സർക്കാർ ഗവർണർ പോര് തുടരുന്നു. ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അനുവദിക്കാതെ സർക്കാർ. 6 പോലീസുകാരെയും ഒരു ഡ്രൈവറെയും നിർദ്ദേശിച്ച ഡിജിപിയുടെ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. നടപടി ഉത്തരവ് പുറപ്പെടുവിച്ച് മണിക്കൂറുകൾക്കകം. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. നാളെ ചുമതലയേൽക്കും. കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് റവാഡയെന്നും വിശദീകരിക്കേണ്ടത് സർക്കാരെന്നും പി ജയരാജൻ. CPM സർക്കാർ തീരുമാനത്തിനൊപ്പമെന്ന് MV ഗോവിന്ദൻ. JSK സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ജാനകി എന്ന് പേരിടുന്നതിൽ തടസ്സമെന്താണ് എന്നതിന് ഉത്തരം വേണമെന്ന് കോടതി. ആരുടെ വികാരങ്ങളെയാണ് വ്രണപ്പെടുത്തുന്നത് എന്നതിന് കൃത്യമായ ഉത്തരം നൽകണമെന്നും കോടതി. ഹർജി ബുധനാഴ്ച പരിഗണിക്കും. സെൻസർ ബോർഡ് ആസ്ഥാനത്ത് സിനിമാ സംഘടനകളുടെ പ്രതിഷേധം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പ്രതിസന്ധിയിൽ 4-അംഗ സമിതിയുടെ അന്വേഷണം. ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മെല്ലപ്പോക്ക് എന്ന പരാതിയിൽ ഉറച്ചു ഡോക്ടർ ഹാരിസ്. അന്വേഷണ സമിതിക്ക് മൊഴി നൽകി. ഹാരിസിന്റെ വാദം തള്ളി മൊഴി നൽകി സൂപ്രണ്ടും പ്രിൻസിപ്പൽ. BJP കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വിമർശനം. വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നേട്ടമുണ്ടാകില്ലെന്നും രാഷ്ട്രീയം പറയാൻ തയ്യാറാകണമെന്നും ഒരു വിഭാഗം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായില്ല. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. സർക്കാർ ഗവർണർ പോര് മുറുകുന്നു. ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസുകാരെ സർക്കാർ അനുവദിച്ചില്ല. 6 പോലീസുകാരെയും ഒരു ഡ്രൈവറെയും നിർദ്ദേശിച്ച DGPയുടെ ഉത്തരവ് മരവിപ്പിച്ചു. ആദ്യ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകമാണ് നടപടി. ഗവർണർ സർക്കാർ പോര് അനുദിനം മൂർച്ഛിക്കുന്ന കാഴ്ചകളാണ് കാണാനാകുന്നത്. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദം പരസ്പരം കലഹത്തിലേക്ക് മാറിയപ്പോൾ ഗവർണർക്കെതിരെ പ്രതിഷേധവും ശക്തമായി. എന്നാൽ തുടക്കത്തിൽ കേന്ദ്രസേനയുടെ പ്രത്യേക സുരക്ഷ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നപ്പോൾ അത് നിഷേധിച്ച രാജ്ഭവൻ കേരള പോലീസിൽ പൂർണ്ണ തൃപ്തിയും വിശ്വാസവുമാണെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു വിശദമാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് ഗവർണർക്കെതിരായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം സെനറ്റ് ഹാളിലെ പരിപാടിയിലടക്കം ഉണ്ടായി. ഗവർണർക്ക് കൂടുതൽ സുരക്ഷ വേണമെന്ന നിർദ്ദേശാനുസരണമാണ് 6 പോലീസുകാരെയും ഒരു ഡ്രൈവറെയും വിന്യസിച്ചുകൊണ്ട് DGP ഉത്തരവിറക്കിയത്. എന്നാൽ ആ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം ആ സ്ഥലമാറ്റം പിൻവലിക്കുകയായിരുന്നു. സർക്കാർ ഇടപെട്ട് ഉത്തരവ് മരവിപ്പിച്ചതായാണ് സൂചന. ഇരുകൂട്ടരും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പരസ്പരം കത്തുകളയച്ച് നയം വ്യക്തമാക്കുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് രാജ്ഭവന്റെ നിർദ്ദേശം തള്ളി സർക്കാർ രംഗത്ത് വരുന്നത്. സർക്കാർ നടപടിയിൽ രാജ്ഭവന്റെ പ്രതികരണമാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജാനകി എന്ന പേരിൽ സിനിമ വന്നാൽ എന്താണ് കുഴപ്പമെന്ന് സെൻസർ ബോർഡിനോട് വീണ്ടും ഹൈക്കോടതി. നീതിക്ക് വേണ്ടി പോരാടുന്ന വനിതയ്ക്ക് ജാനകി എന്ന് പേരിടുന്നത് നല്ലതല്ലേ എന്നും കോടതി ചോദിച്ചു. സുരേഷ് ഗോപി ചിത്രത്തിന്റെ പേര് മാറ്റാൻ സെൻസർ ബോർഡ് വാശി പിടിക്കുന്നതിന് നിയമ പിന്തുണയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സിനിമയുടെ പേരിൽ ആരുടെ വികാരങ്ങളെയാണ് വ്രണപ്പെടുത്തുന്നത് എന്നതിന് ഉത്തരം നൽകണമെന്നും കോടതി പറഞ്ഞു. ഹർജി ബുധനാഴ്ച പരിഗണിക്കും. സുരേഷ് ഗോപി ചിത്രമായ JSKയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സംയുക്ത സിനിമാ സംഘടനകൾ. തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ഓഫീസിന് മുൻപിൽ ഏകദിന പ്രതിഷേധവുമായി സിനിമാ സംഘടനകൾ രംഗത്തെത്തി. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിനാണ് സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റി പ്രദർശനാനുമതി നിഷേധിച്ചത്. ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രത്തിന്റെ പേരായ ജാനകി എന്നത് നീക്കം ചെയ്യണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. ഇത് പ്രായോഗികമല്ലെന്നാണ് അണിയറ പ്രവർത്തകരുടെ നിലപാട്. ചിത്രത്തിന്റെ റിലീസിംഗ് തടസ്സപ്പെട്ടതോടെയാണ് ഫെഫ്കയുടെ നേതൃത്വത്തിൽ സിനിമാ മേഖലയിലെ സംഘടനകൾ സംയുക്തമായി തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് ഇതിനെ കാണുന്നതെന്നും സെൻസർ ബോർഡ് തീരുമാനം മാറ്റുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും വിവിധ സിനിമാ സംഘടനാ നേതാക്കൾ പറഞ്ഞു. മതസ്പർദ്ധ ഉണ്ടാക്കുന്നതോ വംശീയ സ്പർദ്ധ ഉണ്ടാക്കുന്നതോ ഒരു പ്രത്യേക വിഭാഗത്തെ പരിഹസിക്കുന്നതോ അപമാനിക്കുന്നതോ ഇകഴ്ത്തി കാണിക്കുന്നതോ ആയ ഒരു സൂചനയും ഒരു വിഷ്വലും സിനിമയിൽ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് ക്ലോസ്.
ഈ ക്ലോസ് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ പറയുന്നത്? ഈ ജാനകി എന്ന പേര് ഉപയോഗിച്ചാൽ ഇത് സംഭവിക്കുന്ന പറയുന്നത്. സെൻസർ ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. തുടർന്ന് നടന്ന ഏകദിന പ്രതിഷേധ സംഗമത്തിൽ സിനിമ, സീരിയൽ രംഗത്തെ നടീനടന്മാരും അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധത്തിന് പിന്തുണയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പ്രതിഷേധ വേദിയിലെത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ആരോഗ്യവകുപ്പ് നിയമിച്ച 7-അംഗ മെഡിക്കൽ സംഘം SCT ആശുപത്രിയിലെത്തി VSന്റെ ആരോഗ്യാവസ്ഥ വിലയിരുത്തിയിരുന്നു. നിലവിലെ ചികിത്സ തുടരാനാണ് വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് നിർത്തിവെച്ച ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നു മുതൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് VS കഴിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ അധ്യക്ഷനായ 4-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ ചർച്ചയായിരുന്നു. തുടർന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് 4-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാറിനെ കൂടാതെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ S. ഗോമതി, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് TK ജയകുമാർ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ അമ്പലത്തറയ്ക്കൽ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. അന്വേഷണ സമിതിയിൽ പൂർണ്ണ തൃപ്തനാണെന്നും എല്ലാ വിഷയങ്ങളും അന്വേഷിച്ച് ശാശ്വത പരിഹാരം വേണമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആവശ്യപ്പെട്ടു. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നേരിട്ട് വന്ന് അദ്ദേഹം എനിക്ക് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങളിൽ ഉൾപ്പെടെ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ ആരോപണത്തിൽ ഉറച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. 1 വർഷമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മെല്ലപ്പോക്ക് എന്ന ഹാരിസ് അന്വേഷണ സമിതിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഹാരിസിൻ്റേതുൾപ്പെടെ എല്ലാ വകുപ്പ് മേധാവികളുടെയും മൊഴിയെടുത്ത് അന്വേഷണ സംഘം. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. ആതിര, ഈ പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഇപ്പോൾ അന്വേഷണ സമിതി മൊഴിയെടുത്തിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴി എന്തൊക്കെയാണ്? ഈ പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതാണ്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. അശ്വതി, ഈ വകുപ്പ് മേധാവികളുടെ ഉൾപ്പെടെ മൊഴി ഇപ്പോൾ വിദഗ്ധ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആശുപത്രി പ്രിൻസിപ്പാളും സൂപ്രണ്ടും പക്ഷേ ഹാരിസിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഹാരിസിന്റെ എല്ലാ വാദങ്ങളെയും സൂപ്രണ്ടും ഈ പ്രിൻസിപ്പാളും തള്ളിയിരിക്കുകയാണ്. ഈ ഹാരിസ് പക്ഷേ തന്റെ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയാണ്. 1 വർഷമായി ഇത്തരത്തിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ് എന്നാണ് ഹാരിസ് ചിറക്കൽ വിദഗ്ധ സമിതിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഹാരിസിന്റെ ഈ വാദങ്ങളെ ഒന്നും തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി മേധാവികൾ ഉൾപ്പെടെ പിന്തുണച്ചില്ല എന്നുള്ളതാണ്. സർക്കാർ സംവിധാനത്തിലെ സാധാരണയുള്ള കാലതാമസം മാത്രമാണെന്നാണ് വകുപ്പ് മേധാവികൾ വിദഗ്ധ സമിതിയെ ഈ മെല്ലപ്പോക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അറിയിച്ചത്. ഇനി രേഖകൾ മുഴുവൻ വിലയിരുത്തിയ ശേഷം വിദഗ്ധ സംഘം വീണ്ടും തെളിവെടുപ്പിനെത്തും. ഏതായാലും ഹാരിസ് ചിറക്കൽ തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഈ പ്രിൻസിപ്പാളും സൂപ്രണ്ടും മറ്റ് വകുപ്പ് മേധാവികളും ഒന്നും തന്നെ ഹാരിസിന്റെ ഒപ്പം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഹാരിസിന്റെ എല്ലാ
വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ വിദഗ്ധ അന്വേഷണ സമിതി 4-അംഗ അന്വേഷണ സമിതി രൂപീകരിക്കുന്നത്. ഈ അന്വേഷണ സമിതി ഈ ആശുപത്രിയിൽ യോഗം ചേർന്ന ശേഷമാണ് ഹാരിസിന്റെയും മറ്റു വകുപ്പ് മേധാവികളുടെയും മൊഴി എടുക്കുന്നതിനായി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നത്. ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്നും ഹാരിസിനെ പിന്തുണ അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ തന്നെ ഹാരിസിനെ നിലവിൽ പിന്തുണ അറിയിക്കുന്നില്ല. ഏതായാലും കൂടുതൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇനി അടുത്ത മൊഴിയെടുപ്പ് ഉണ്ടാകുക. അതിനുശേഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കും. എത്രയും പെട്ടെന്ന് ഈ എല്ലാ വിഷയങ്ങളും തെളിവെടുപ്പും പൂർത്തിയാക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഈ വിദഗ്ധ സമിതിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ശരി, വിവരങ്ങളാണ് ആതിര രാധാകൃഷ്ണൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പ്രതിപക്ഷം ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഇല്ല. എല്ലാ ആശുപത്രികളിലും ഇതുതന്നെയാണ് അവസ്ഥ. ധനപ്രതിസന്ധി ഇല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടെന്ന് പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ചെല്ലാനത്ത് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെക്കുറിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. തനിക്കെതിരെ പ്രതിഷേധിച്ചത് താടിവെച്ച ഗുണ്ടകളെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. താടിവെച്ചവരെല്ലാം ഗുണ്ടകളാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ കേരളത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം അത് യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ന്യായീകരണ പരിപാടിയും മറ്റേ PR മാനേജ്മെൻറ്റും അതാണ് ആരോഗ്യരംഗത്തെ നശിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം PR വർക്കാണ്. ഇല്ലാത്തത് പൊലിപ്പിച്ച് കാണിക്കുന്ന PR വർക്ക് നടത്തി അധികം നാൾ ആളുകളെ കബളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹെൽത്ത് കമ്മീഷൻ UDF പ്രഖ്യാപിക്കുകയാണ്. ആ ഹെൽത്ത് കമ്മീഷൻ ഗൗരവമായ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകൾ ഉൾപ്പെടുന്ന ഹെൽത്ത് കമ്മീഷനാണ് UDF എന്ന് പ്രഖ്യാപിക്കുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ കടലാക്രമണ സംവിധാനങ്ങളെ കുറച്ചുകൂടി പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയെ പോലെ സജി ചെറിയാനാകുമ്പോഴല്ലോ കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ. അതൊരു പ്രതിഷേധത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. അല്ലാതെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികളെ ഗുണ്ടകളാണ്, താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് പറയുന്ന പരാമർശം പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണം. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ ആരോഗ്യമേഖലയുടെ തകർച്ച വെളിവാക്കുന്നതെന്ന് BJP നേതാവ് കെ. സുരേന്ദ്രൻ. ആദ്യം ഹാരിസിനെ വിമർശിച്ചവർ പിന്നീട് പിന്തുണ അറിയിച്ചത് പല അഴിമതി കഥകളും പുറത്തുവരുമെന്ന ഭയം കൊണ്ടാണ്. തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് ആരോഗ്യരംഗത്ത് കേരളത്തിന് നേട്ടം ഉണ്ടായതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ക്രിസ്ത്യൻ മിഷണറികളും വലിയ സംഭാവന നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ആദ്യം എതിർത്തവര് പിന്നീട് അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ നടന്നിട്ടുള്ള പല അഴിമതികളും പുറത്തു വരുമെന്നുള്ള ഭയമാണ്. ഭീകരമായ തീവട്ടിക്കൊള്ള ഇവിടെ നടന്നിരിക്കുന്നു. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ ഡയറക്ടറുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നിങ്ങളൊരു നറേറ്റീവ് ഉണ്ട് ഇവിടെ, പിണറായിയും മറ്റേളും വന്നിട്ടാണ് ഇവിടെ നേരെ പണ്ട് മുതലേ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസം, ആരോഗ്യം ഈ രണ്ട് മേഖലകളിലും രാജവംശത്തിന്റെ കാലം മുതൽ നമ്മൾക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ തകർത്തു LDF, UDF. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചു. രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് നിർണായക തീരുമാനമെടുത്തത്. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മേധാവിയെ തീരുമാനിച്ചത്. നിലവിൽ കേന്ദ്ര സർവീസിൽ IB സ്പെഷ്യൽ ഡയറക്ടറാണ് റവാഡ. അദ്ദേഹം മടങ്ങിയെത്തുന്നതുവരെ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിന് പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല നൽകി സർക്കാർ ഉത്തരവിറക്കി. UPSC നൽകിയ 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുക എന്നത് ഇക്കുറി സർക്കാരിന് വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയത്. 1-ാം പേരുകാരനായ നിതിൻ അഗർവാളിന്റെ സീനിയോറിറ്റി മറികടന്നാണ് 2-ാം സ്ഥാനക്കാരനായ റവാഡ ചന്ദ്രശേഖറിനെ സർക്കാർ തീരുമാനിച്ചത്. രാവിലെ ഓൺലൈനായി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചു. ആദ്യ പേരുകാരനായ നിതിൻ അഗർവാൾ കേന്ദ്രത്തിൽ BSF ഡയറക്ടറായിരിക്കെ അച്ചടക്ക നടപടി നേരിട്ട് കേരളത്തിലേക്ക് മടങ്ങി വന്നതിനാൽ
പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ താൽപര്യക്കുറവുണ്ടായിരുന്നു. 3ാം സ്ഥാനക്കാരനായ യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായിരിക്കെ സർക്കാരിന്റെ താൽപര്യത്തിനു വിരുദ്ധമായി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടതും അപ്രീതിക്ക് കാരണമായി. അതുകൊണ്ട് തന്നെ 2ാം പേരുകാരനായ റവാഡ ചന്ദ്രശേഖരന്റെ പേരിന് തന്നെയായിരുന്നു സാധ്യത കൽപ്പിച്ചിരുന്നത്. എന്നാൽ 1994 കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് തലശ്ശേരി ASP ആയിരുന്ന റവാഡ 5 DYFI പ്രവർത്തകർ വെടിയേറ്റു മരിച്ച കേസിൽ പ്രതിസ്ഥാനത്തായിരുന്നു. നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ 2012 ഹൈക്കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. 2008 കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ റവാഡ 18 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. IB സ്പെഷ്യൽ ഡയറക്ടർ ചുമതലയിരിക്കവെയാണ് കേരളത്തിലെ പോലീസ് മേധാവി എന്ന സുപ്രധാന പദവിയിലെത്തുന്നത്. റവാഡ കേരളത്തിലെത്തി ചുമതലയേൽക്കുന്നതുവരെ ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിനാണ് പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോലീസ് മേധാവി നിയമനത്തിൽ CPM സർക്കാർ തീരുമാനത്തിനൊപ്പമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൂത്തുപറമ്പ് കേസിൽ റവാഡയെ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയതാണ്. പാർട്ടി പ്രവർത്തകരുടെ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നതും മാധ്യമങ്ങളാണ്. P ജയരാജൻ പറഞ്ഞത് എതിർപ്പല്ലെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല. പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ്. ആ സംഭവത്തിൽ എല്ലാവർക്കും അറിയാം. അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പറമ്പ് DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയായിരുന്നു എന്ന്. ഹക്കീം ബത്തേരിയും TT ആൻ്റണിയും അവർ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. രവദ ചന്ദ്രശേഖരന് 2 ദിവസം മുമ്പാണ് അദ്ദേഹം IPS ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത്. 2ാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് കാര്യമായ പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് ചരിത്രം ഓർമ്മിപ്പിച്ച് P ജയരാജൻ. പുതിയ പോലീസ് മേധാവിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് P ജയരാജൻ. CPMഉം DYFIയും മുൻപ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. സർക്കാർ തീരുമാനം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. മെറിറ്റ് പരിശോധിക്കാൻ താൻ ആളല്ലെന്നും ജയരാജൻ പ്രതികരിച്ചു. നിതിൻ അഗർവാളും CPMകാരെ മർദ്ദിച്ചിട്ടുണ്ടെന്നും CPM ഇതിൽ നേരത്തെ പരാതി നൽകിയിരുന്നുവെന്നും P ജയരാജൻ കൂട്ടിച്ചേർത്തു. സമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവദ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു കാലത്ത് ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ പ്രതികളായിരുന്നു. ഈ നിതിൻ അഗർവാളും ഞാൻ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഭാഗമായിട്ടുള്ള DYFI നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ CPMൻ്റെ ഏരിയ സെക്രട്ടറി സഖാവ് M സുകുമാരനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ. അപ്പോൾ അന്ന് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ DGPയെ നിശ്ചയിച്ചിരിക്കുന്നു. റവാഡ ചന്ദ്രശേഖരനെ DGPയായി നിയമിച്ചതിൽ പ്രതികരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഒരു പോലീസുകാരൻ സർവീസ് കാലയളവിൽ പല കേസുകളിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടാകാം. അതിന്റെ അളവോ ആഴമോ നോക്കിയിട്ട് അയാൾക്ക് സർക്കാരിന്റെ ഭരണത്തിൽ നിന്നും എല്ലായ്പ്പോഴും വൈരാഗ്യത്തിന് മുദ്ര ചാർത്തി നൽകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPI നിലപാട് അജിത് കുമാറിന്റെ പേര് ഒരു ഘട്ടത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അന്ന് CPI സകാരണമായി നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഈ വിഷയത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസ് കാലയളവിൽ അയാൾ ഒരുപാട് കേസുകളിൽ ഇടപെട്ട് കാണും. ആ കേസുകളിൽ അയാളുടെ പങ്കാളിത്തത്തിൻ്റെ അളവോ ആഴമോ എനിക്കറിയില്ല. അതെല്ലാം നോക്കിയിട്ട് പണ്ടേതോ കാലത്തുള്ള ഏതോ സംഭവത്തിൻ്റെ പേരിൽ ഒരാൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലായ്പ്പോഴും വൈരാഗ്യത്തിൻ്റെ മുദ്ര വേണമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമല്ല ഉള്ളൂ. BJP കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ നിലപാടിനെതിരെ വിമർശനം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് വിമർശനം ഉയർന്നത്. വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നേട്ടമുണ്ടാകില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയം പറയാൻ തയ്യാറാകണമെന്നുമാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയത്. തൃശൂരിൽ നടന്ന യോഗത്തിൽ V മുരളീധരനെയും K സുരേന്ദ്രനെയും പങ്കെടുപ്പിക്കാത്തതും കോർ കമ്മിറ്റിയിൽ ചർച്ചയായി.
തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ അനീഷയുടെയും ഭവിന്റെയും വീടിന് സമീപത്തു നിന്നും കുട്ടികളുടെ അസ്ഥികൾ കണ്ടെത്തി. അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. കുറ്റം സംബന്ധിച്ച അനീഷയെയും ഭവിനെയും ഇന്നലെ രാത്രി വീടുകളിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. തുടർന്ന് RDOയുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടെ അനീഷയുടെ വീട്ടിലും ഉച്ചയ്ക്ക് 1 മണിയോടെ ഭവിന്റെ വീട്ടിലും ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി. തുടർന്ന് കുട്ടികളുടെ അസ്ഥികൾ കണ്ടെത്തി. അനീഷയുടെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നും ഭവിന്റെ വീടിന് പുറകിലെ തോട്ടിൽ നിന്നുമാണ് അസ്ഥികൾ കണ്ടെത്തിയത്. അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് DYSP ബിജുകുമാർ പറഞ്ഞു. നമ്മൾ ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞായിരുന്നു. രണ്ടാമത്തെ ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ഇവിടെ ഇപ്പോൾ നടന്നുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റിൽ നിന്ന് ആവശ്യമുള്ള നമുക്ക് പരിശോധനയ്ക്കുള്ള ഇതിൻ്റെ ബാക്കി ബോണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റും നടപടി ചെയ്യണം. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ കുട്ടികളെ പ്രസവിച്ചതും പൊക്കിൾക്കൊടികൾ മുറിച്ചു മാറ്റിയതും യൂട്യൂബിന്റെ സഹായത്തോടു കൂടിയാണെന്ന് അനീഷ പോലീസിന് മൊഴി നൽകിയിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും അനീഷയ്ക്ക് ഇക്കാര്യത്തിൽ സഹായകരമായി. 2 തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്നും മറച്ചുപിടിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങളാണ് യുവതി ധരിച്ചിരുന്നത്. ഭവിനോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് കൊലപാതകങ്ങൾ നടത്തിയത്. പ്രതികൾക്കെതിരെ BNS JJ ആക്ടുകൾ പ്രകാരം 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് നീതി അകലെ. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന കോടതി വെറുതെ വിട്ടിരുന്നു. കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി 1 വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. നീറുന്ന ഓർമ്മയാണ് വണ്ടിപ്പെരിയാർ ചുഴക്കുളത്തെ 6 വയസ്സുകാരി. ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട് 4 വർഷം തികയുമ്പോഴും മകൾക്ക് നീതി കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒരു അച്ഛനും അമ്മയും. 2021 ജൂൺ 30-നാണ് ചുരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവാണ് പ്രതിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. 2 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ 2023 ഡിസംബർ 14-ന് തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെന്ന് കണ്ടെത്തിയ ആളെ കോടതി വെറുതെ വിട്ടു. നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അങ്ങനെ കേസ് കട്ടപ്പന കോടതിയിൽ 2.5 വർഷം നീണ്ടു നടന്നു. അതിനുശേഷം നമ്മൾ നല്ലൊരു വിധി ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് 2.5 വർഷക്കാലം ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അവിടെ ഇതിനൊക്കെ വെറുതെ വിട്ടുകൊണ്ട് വിധി പറയുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ കുടുംബം 3 പ്രോസിക്യൂട്ടർമാരുടെ പേരുകൾ സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഇവർക്ക് ഉറപ്പും നൽകി. പക്ഷേ ഇത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി. അമൃത ന്യൂസ്, ഇടുക്കി. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. എറണാകുളം ഞാറക്കൽ സ്വദേശി ആദിത്യനാണ് മർദ്ദനമേറ്റത്. 1 വർഷം മുൻപ് കളിസ്ഥലത്തുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനമെന്നാണ് പരാതി. സംഭവത്തിൽ ഞാറക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച 4 മണിയോടെയാണ് സംഭവം. വീട്ടിലുണ്ടായിരുന്ന ആദിത്യൻ എന്ന കുട്ടിയെ ബൈക്കിലെത്തിയ ചില കുട്ടികൾ ചേർന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. വീടിന് സമീപം വെച്ചും പിന്നീട് ഞാറക്കലിലുള്ള ഫുട്ബോൾ ടർഫിലും എത്തിച്ചായിരുന്നു മർദ്ദനം. ചർച്ച് റോഡ് അസീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട്, ഇവൻ്റെ സെയിം പ്രായക്കാരൻ. അവൻ വന്ന് വിളിച്ച് ഒന്ന് പുറത്തേക്ക് വരാമോ, ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞ്. ഇവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലലും ഇവൻ്റെ സൈഡിൽ കുറച്ച് പിള്ളേർ ഒരു ബൈക്കിൽ 3 പേര് വെച്ച് 10-15 പിള്ളേരുണ്ടായി. അവരെല്ലാവരും വട്ടം വളഞ്ഞിട്ട് അവിടെ ഇട്ട് നല്ല ഇടിയിടിച്ച് പഞ്ച്. അതായത് അതിൽ ജൂഡോ പഠിക്കുന്ന 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞാൽ ആ ജൂഡോ സ്റ്റൈലാണ് മുഖത്തിൽ ഇടിച്ചത്, പഞ്ച് ചെയ്തത്. ഇടിച്ചെന്ന് വെച്ചാൽ തല്ലി നശിപ്പിച്ച് കളഞ്ഞ് പയ്യന. ഇവർ പുറകിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും എല്ലാം ഇടിക്കണ്ടായി. 1 വർഷം മുൻപ് കുട്ടികളുടെ ഫുട്ബോൾ മത്സരം നടന്നിരുന്നു. മത്സരത്തിൽ എതിർ ടീം തോറ്റു. തുടർന്ന് കുട്ടികൾ തമ്മിൽ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു. ഇതിലെ പകയാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് ആരോപണം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടർഫിൽ ഇവർ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ടീം കളിച്ച് എതിർ ടീം എന്ന് പറയുന്ന ആ പിള്ളേർ 2 പ്രാവശ്യം തുടർച്ചയായി തോറ്റതിൻ്റെ ഭാഗമായിട്ട് ഇവർ പരസ്പരം കളിയാക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ കളിയാക്കൽ ഇപ്പോൾ ഈ 1 വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പകയിലേക്കും വാശിയിലും വെല്ലുവിളിയിലുമൊക്കെ ആയി.
കുട്ടിയോട് മത്സരിച്ച എതിർ ടീമിലെ കുട്ടി മുതിർന്ന ചില കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് മർദ്ദിക്കുകയായിരുന്നു. ടർഫിലെത്തിച്ച് കുട്ടിയെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മർദ്ദനത്തിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുട്ടി ടർഫിൽ തളർന്നിരിക്കുന്നത് കണ്ട് കോച്ച് വിവരമന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. തെലങ്കാനയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ റിയാക്ടർ പൊട്ടിത്തെറിച്ച് 12 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. സംഗറെഡ്ഡി ജില്ലയിൽ സിഗാച്ചി കെമിക്കൽസ് പ്ലാന്റിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് പ്ലാന്റിന്റെ ചില ഭാഗങ്ങൾ കത്തിനശിച്ചു. ഫാക്ടറി പരിസരത്ത് വൻ തീപിടുത്തമാണുണ്ടായത്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പലരുടെയും നില ഗുരുതരമാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമല്ല. സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. അപകടം നടക്കുമ്പോൾ 150ഓളം തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് വിവരം. സംഭവത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ദുഃഖം രേഖപ്പെടുത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഉത്തരവിട്ടു. ഫാക്ടറിയിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ രക്ഷിക്കുന്നതിനും പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനുമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത TV. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂരിലുണ്ടായ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 60 വയസ്സുള്ള സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ട്. കാറിൽ സഞ്ചരിച്ചവർക്ക് നേരെയാണ് ആയുധധാരികൾ വെടിയുതിർത്തത്. സംഭവസ്ഥലത്തു നിന്നും 12ലധികം വെടിയുണ്ടകൾ കണ്ടെത്തി. പ്രദേശത്ത് സുരക്ഷാ സേനയെയും പോലീസിനെയും വിന്യസിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. രാജ്യത്ത് GST നടപ്പിലാക്കി 8 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി നാളെ GST ദിനം ആഘോഷിക്കും. ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം മോഹൻലാൽ മുഖ്യാതിഥിയായിരിക്കും. സെൻട്രൽ ടാക്സ്, സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിലാണ് GST ദിനം ആഘോഷിക്കുക. GST നിർവഹണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സോണിനെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് മികച്ച CGST ആയി തെരഞ്ഞെടുത്തിട്ടുണ്ട്. GST രജിസ്ട്രേഷനായി ലഭിച്ച അപേക്ഷകളിൽ 7 ദിവസത്തിനുള്ളിൽ 55% അപേക്ഷകളിലും നടപടി സ്വീകരിച്ചതിനും GST അപ്പീലുകളുടെ എണ്ണത്തിൽ 83% പരിഹരിച്ചതിനുമാണ് അവാർഡുകൾ ലഭിച്ചതെന്ന് ചീഫ് കമ്മീഷണർ SK റഹ്മാൻ പറഞ്ഞു. GST ദിനാഘോഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്കും കൃത്യമായി നികുതി അടയ്ക്കുന്നവർക്കുമുള്ള പ്രശംസാ പത്രങ്ങൾ വിതരണം ചെയ്യും. I am happy to say that Honorable Finance Minister of Kerala, Sri KN Balagopal sir, has been invited and he has consented to be the chief guest for the function. I am also happy to announce that Sri Mohanlal, renowned cine artist, doesn't require introduction, who has been the highest taxpayer in performing arts, has also been invited and he has consented to be the guest of honor on this gracious occasion. നികുതി ലളിതവൽക്കരണവും പൗരന്മാരെ ശാക്തീകരിക്കലുമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം കമ്മീഷണറേറ്റുകളാണ് തിരുവനന്തപുരം സോണിന്റെ കീഴിൽ വരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 300 കിലോ പഴകിയ കോഴിയിറച്ചി പിടികൂടി. തിരുവനന്തപുരത്തു നിന്നും കടക്കൽ, നിലമേൽ, ചടയമംഗലം തുടങ്ങിയ കടകളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ കോഴിയിറച്ചികളാണ് പിടികൂടിയത്. പിടികൂടിയ കോഴിയിറച്ചി പഞ്ചായത്ത് അധികൃതർ കുഴിച്ചുമൂടി. തിരുവനന്തപുരം തിരുവല്ലത്ത് നിന്നുമാണ് സുരേഷ് കുമാർ എന്നയാൾ പഴകിയ കോഴിയിറച്ചികൾ വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കൊല്ലത്തേക്ക് കൊണ്ടുവന്നത്. കടയ്ക്കൽ കുമ്മിളിലെത്തിയതോടെ ഓട്ടോറിക്ഷയിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം പരക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. വൃത്തിഹീനമായ കോഴിയിറച്ചികൾ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു. ഉടൻ തന്നെ പഞ്ചായത്തിലും ഹെൽത്തിലും നാട്ടുകാർ വിവരമറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ കോഴിയിറച്ചിക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്ന് കണ്ടെത്തി. ഷവർമ, ഷവായി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനായി കടകളിലേക്ക് വിൽപ്പന നടത്താനായാണ് കൊണ്ടുവന്നതെന്ന് കോഴിയിറച്ചി എത്തിച്ച സുരേഷ് പോലീസിനോട് സമ്മതിച്ചു. തുച്ഛമായ വിലയ്ക്കാണ് കടകളിൽ ഇവ വിറ്റഴിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തി. പിടികൂടിയ പഴകിയ മാംസങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കുഴിച്ചുമൂടുകയും ചെയ്തു. സുരേഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. ഇയാളുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. തൃശൂർ അടാട്ട് യുവാവിന്റെ മൃതദേഹം പാടത്ത് കണ്ടെത്തി. അടാട്ട് ചാത്തൻകോട് പരിസരത്തുള്ള പാടത്താണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിയ നിലയിൽ കണ്ടത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അടുത്തുള്ള പറമ്പിലേക്ക് നാളികേരമെടുക്കാനെത്തിയ ആളാണ് മൃതദേഹം കണ്ടത്. പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹം കരക്കെത്തിച്ചു. അന്യസംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത് എന്നാണ് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
പത്തനംതിട്ട കൊന്നമൂട്ടിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 യുവാക്കൾക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ പന്തളം സ്വദേശി ജയകൃഷ്ണൻ, ജിത്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. കടമനിട്ട ഐരൂർ റോഡിൽ കൊന്നമൂട് വളവിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. കാറിന് സൈഡ് കൊടുക്കവേ നിയന്ത്രണം തെറ്റി റോഡിന് താഴെയുള്ള വീട്ടുമുറ്റത്തേക്ക് ബൈക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ. ചുരത്തിലെ 9ാം വളവിന് താഴെയാണ് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. ഇതേ തുടർന്ന് മേഖലയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. ചുരം വഴി യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭവിന്റെ വീട്ടിലെ തോട്ടിൽ നിന്നും അസ്ഥികൾ ലഭിച്ചതായി പോലീസ്. അനീഷയുടെ വീട്ടിൽ നിന്നും ലഭിച്ചത് സമാനമായ രീതിയിലാണ് ഭവിന്റെ വീടിന് പുറകിലെ തോട്ടിൽ നിന്നും അസ്ഥികൾ ലഭിച്ചത്. DNA പരിശോധന നടത്തുമെന്ന് ഡിവൈഎസ്പി ബിജുകുമാർ പറഞ്ഞു. DNA പരിശോധനയാണ് നടപടികളുണ്ടോ? കേസിന്റെ അന്വേഷണ ഭാഗമായുള്ള മറ്റു നടപടികൾ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും അതോ ഇപ്പോൾ തന്നെ ഇവിടെ നേരം പോവാം. കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ സംഘടിപ്പിക്കുന്ന അഖില കേരള ഇന്റർ സ്കൂൾ ഡാൻസ് ഫെസ്റ്റിവൽ ജൂലൈ 4 നടക്കും. ചലച്ചിത്ര താരം തൻവീർ റാം മുഖ്യാതിഥിയാകും. 4 വിഭാഗങ്ങളിലായി നടത്തുന്ന മത്സരങ്ങളിൽ 50 സ്കൂളുകളിൽ നിന്നുമായി 600-ലധികം കുട്ടികൾ പങ്കെടുക്കും. 2 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡാണ് വിജയികളെ കാത്തിരിക്കുന്നത്. യുവ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നൃത്തോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ അറിയിച്ചു. നടത്തി വന്ന ടാലന്റ് ഓൾ കേരള ഇന്റർ സ്കൂൾ ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ സീസൺ 4 ഈ വർഷം ജൂലൈ 4 അതായത് വരുന്ന ഫ്രൈഡേ ഞങ്ങളിവിടെ നടത്തുകയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഓൾ കേരള ഈവൻ്റാണ്. CBSE, ICSE, സ്റ്റേറ്റ്, IB എന്ന് വേണ്ട എല്ലാ സിലബസും ഓൾ കേരളയിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സൂംബ ഡാൻസ് കോമ്പറ്റീഷൻ ആയിട്ടില്ല, പക്ഷെ നിങ്ങൾ കളിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ സൂംബ ഡാൻസ് ചെയ്യിച്ചു തരാം. പിള്ളേർ റെഡി. ഞങ്ങൾ ഹോൾ സ്കൂളിന് സൂംബ അറിയാം, അവരെ ചെയ്യിക്കാറുണ്ട്. മഴ ആയത് കാരണം ഇപ്പം നടത്താൻ പറ്റാറില്ല, പക്ഷെ അവർ റെഡിയാണ്. തീരദേശ മേഖലയിലെ കിടപ്പ് രോഗികളുടെ പരാതികൾ കേൾക്കുവാനും ആശ്വാസമേകുവാനുമായി വീടുകൾ സന്ദർശിച്ച വനിതാ കമ്മീഷൻ. ബാഗ് നിറയെ സമ്മാനങ്ങളുമായാണ് വനിതാ കമ്മീഷൻ കിടപ്പ് രോഗികൾക്ക് അരികിലെത്തിയത്. കാസർഗോഡ് വലിയ പറമ്പിലായിരുന്നു ഗൃഹസന്ദർശനം. കിടപ്പിലായ രോഗികൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുന്ന കാര്യം ഉറപ്പാക്കൽ, നിലവിൽ ലഭിക്കുന്ന പരിചരണം സംബന്ധിച്ച് നേരിട്ട് ചോദിച്ചറിയൽ, മറ്റാവശ്യമായ സഹായങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുവാനും പരാതികൾ നേരിട്ട് കേൾക്കാനുമായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പടന്നാക്കടപ്പുറത്താണ് കേരള വനിതാ കമ്മീഷൻ വീടുകൾ സന്ദർശിച്ചത്. ബാഗ് നിറയെ സമ്മാനങ്ങളുമായാണ് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങിയ സംഘം കിടപ്പ് രോഗികളെ സന്ദർശിച്ചത്. വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച തീരദേശ ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഗൃഹസന്ദർശനം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയുവാൻ എല്ലാ മേഖലകളിലും പബ്ലിക് ഹിയറിംഗ് നടത്തി വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് 2 വിഭാഗമായി കേരള വനിതാ കമ്മീഷൻ തിരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ മേഖലയും അതുപോലെ തന്നെ ട്രൈബൽ മേഖലയുമായി തിരിച്ച് കോസ്റ്റൽ മേഖലയിൽ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അവർ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ നേരിട്ടറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പല മേഖലയിലും ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കിട്ടാത്തത് അർഹരായവർക്ക് സഹായങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് തടസ്സമാകുന്നുവെന്നും കമ്മീഷൻ സൂചിപ്പിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്.